പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് 13ാമത്തെ തിയറി വോള്യത്തിൽ നാം പഠിച്ച സേഫ് ആൻഡ് ക്ലീൻ ഹാൻഡ്ലിംഗ് ഓഫ് ലിനൻ, റൂം, പബ്ലിക് ഏരിയ ഇതൊക്കെ ഓർക്കുന്നില്ലേ? ഒരു ഹോട്ടലിലെ പബ്ലിക് ഏരിയയുടെ ക്ലീൻ മെയിൻ്റനൻസ് എങ്ങനെയായിരിക്കണമെന്ന് 10ാമത്തെ തിയറി വോള്യത്തിലും നമ്മൾ കണ്ടിരുന്നു. 13ാമത്തെ വോള്യത്തിൽ ഗാർബേജ് ഡിസ്പോസൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ഈ പ്രാക്ടിക്കൽ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഹോട്ടലിൻ്റെ റൂമിൽ നമ്മൾ ഗസ്റ്റിന് നൽകുന്ന സുഖ സൗകര്യങ്ങൾ, അവയുടെ കൃത്യമായ ക്രമീകരണം, ഹൗസ് കീപ്പിംഗ് ഡിവിഷൻ്റെ എഫേർട്ട്, ഒരു റൂം നന്നായി സജ്ജീകരിക്കുന്നതിൽ നൽകുന്ന അർപ്പണ മനോഭാവം, ക്വാളിറ്റി, അവരുടെ ടൈംലി ആൻഡ് ക്വിക്കായിട്ടുള്ള ആക്ഷൻസ്, ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ സമയബന്ധിതവും കാര്യക്ഷമവുമായ പൂർത്തീകരണം, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായും ഗസ്റ്റ് റിലേഷൻ സ്റ്റാഫുമായുള്ള കോർഡിനേഷൻ, ഇതെല്ലാം നൽകുന്നത് വഴി ഒരു നല്ല ടീം വർക്കാണ് നമുക്ക് ഒരു ഹോട്ടലിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഹൗസ് കീപ്പിംഗ് ഡിവിഷൻ ഒരുക്കി തരുന്ന റൂമിൻ്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും പ്രസൻറ്റേഷൻ ഒരു ആർട്ടിസ്റ്റിക് ടച്ചുള്ള വർക്കാണ്. ഗസ്റ്റ് താമസിക്കുന്ന റൂമിൻ്റെ സൗകര്യങ്ങളും നീറ്റ്നെസ്സും ആ മനോഹാരിതയുമൊക്കെ നമ്മുടെ സേവനത്തിൻ്റെ മേന്മ കൂട്ടുന്ന ഘടകങ്ങളാണ്. ശ്രദ്ധിക്കുക, ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഗസ്റ്റ് റൂം, ലിനൻ അഥവാ ആ ഗസ്റ്റ് റൂമിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ, ഗസ്റ്റിന് സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ്, അവയുടെ സ്റ്റോറേജ്, അവയുടെ കണക്ക്, അവയുടെ സ്റ്റോക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആണ്. ആദ്യം സേഫ് ആൻഡ് ക്ലീൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലിനൻ ആൻഡ് ലോണ്ട്രി ഏരിയ നോക്കാം. തുണികളൊക്കെ നന്നായി വൃത്തിയായി സൂക്ഷിക്കണം, അല്ലേ? അപ്പോൾ അലക്കിയ തുണി, അലക്കാനുള്ള തുണി, ഇതൊക്കെ ഏതൊക്കെയാണ് ഞാൻ പറയട്ടെ. മേശവിരി, ബെഡ്ഷീറ്റ്, സ്റ്റാഫ് യൂണിഫോം, കേർട്ടൻസ്, ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്? അപ്പോൾ കം ടു ദി സ്ലൈഡ്. നമുക്ക് ലോണ്ട്രിയുടെ സ്റ്റോക്ക് വരുമ്പോൾ തന്നെ അതിനെ തരംതിരിച്ച് ഓരോന്നിനും സ്യൂട്ടബിളായ കെമിക്കൽസും ക്ലീനിങ് ഏജൻസും ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് എടുക്കണം. അലക്ഷ്യമായി ഹാൻഡിൽ ചെയ്ത് കേടുപാടുകൾ ഉണ്ടായാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും, മറക്കരുത്. സോയിൽഡ് ആയിട്ടുള്ള ലിനൻ കിട്ടിയാലുടൻ തന്നെ നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങും. പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റെയിൻസ് കാണും, കറകൾ കാണും. അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള കെമിക്കൽസൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ നിന്നെടുത്ത് നിർദ്ദേശാനുസരണം ഉപയോഗിക്കേണ്ടതാണ്. തുണികൾ കൂടുതൽ നേരം നനച്ച് വെച്ചിരുന്നാൽ നമ്മൾ വീട്ടിലും ചെയ്യാറുള്ളതാണ്. പക്ഷേ അത് ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. തുണികൾ കൂടുതൽ നേരം നനച്ച് വെച്ചാൽ അതിൽ ബാക്ടീരിയ ബ്രീഡിംഗ് ഉണ്ടാവും. അതുകൂടാതെ ഒരു തുണിയിലുള്ള കറകൾ മറ്റു തുണിയിലേക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മുടെ വർക്ക് എൻവയൺമെൻറ്റിൽ പാടില്ല. എല്ലാം സമയബന്ധിതമായിട്ട് ചെയ്യാനായിട്ട്, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ലോണ്ട്രി ലിനൻ മെയിൻ്റനൻസിന് വേണ്ടി ഹൈടെക് ആയിട്ടുള്ള മെഷീനറി സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹോട്ടൽസ് ഒരുക്കിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻസ്, ഡ്രയേഴ്സ്, അയണേഴ്സ്, വലിയ അയണിങ് മെഷീൻസ്, പിന്നെ ഓട്ടോമാറ്റിക്കലി അത് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഫോൾഡേഴ്സ്, ഫോൾഡിംഗ് റാക്സ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നാം ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത്. ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു ലോണ്ട്രി സൈക്കിൾ തന്നെയുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഗസ്റ്റ് വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് ചെക്കൗട്ടായ റൂമുകളിൽ നിന്നുള്ള ഡേർട്ടി ലോണ്ട്രി കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ സോർട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെയിൻസൊക്കെ കളയാനുള്ള ട്രീറ്റിംഗ് ഒക്കെ ചെയ്ത് അതിനെ വാഷ് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്ത് എന്തെങ്കിലും ത്രെഡൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി, ചിലപ്പോൾ സ്റ്റിച്ചിങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തുന്നി അതൊക്കെ ഒന്ന് റെഡിയാക്കി അയൺ മെഷീൻ ഉപയോഗിച്ച് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് റാക്കിലേക്ക് വിടും. അത് നമ്മൾ ഒരു സ്റ്റാഫ് അത് ഷെൽഫിലേക്ക് എടുത്ത് അടുക്കി വയ്ക്കും. പിന്നീട് അടുത്ത റൂം ഒരുക്കാൻ നേരം നമ്മളിതെല്ലാം
നമ്മൾ എത്ര മെറ്റീരിയലാണോ ഒരു ദിവസം വൃത്തിയാക്കി വെക്കുന്നത് അതിനൊരു രജിസ്റ്ററിൽ നമ്മളെല്ലാം രേഖപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം സോർട്ട് ചെയ്ത് വെക്കുന്നത്. വീണ്ടും അടുത്ത റൂമിലേക്ക് നമ്മൾ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ രജിസ്റ്ററിൽ ഇത് സ്റ്റോക്ക് എൻറ്റർ ചെയ്തിട്ട് റൂം നമ്പർ 301, 305 ഇത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് ഇത് അടുത്ത സ്റ്റാഫിന് ലിനൻ റൂമിൽ നിന്ന് ഇത് ബെഡ് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റാഫിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇഷ്യൂവൻസ് എല്ലാം നടക്കുന്നത് എന്ന് ഓർമ്മിക്കുക. ലോണ്ടറി മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. കളക്ട് ഡർട്ടി ലിനൻ, sort the linen, pre-treat the stains, wash the linen, dry the linen. വാഷിങ്ങിൽ വരുന്നതാണ് സോക്ക് ചെയ്യണം, ഫ്ലഷ് ചെയ്യണം, സഡ്സ് ചെയ്യണം, ബ്ലീച്ച് ചെയ്യണം, റിൻസ് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം, സ്റ്റാർച്ച് ചെയ്യണം. ഓക്കെ, ദെൻ 5th പോയിന്റ് ഡ്രൈ ദ ലിനൻ. 6th പോയിന്റ് അയൺ ഓർ റിപ്പയർ ദ ലിനൻ. ദെൻ ഫോൾഡ് ആൻഡ് സ്റ്റാക്ക് ദ ലിനൻ, ഡെലിവർ ദി ലിനൻ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ ലോണ്ടറി മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. SOP ഫോർ ലോണ്ടറി മാനേജ്മെൻറ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ മറക്കരുത്. ലിനൻ്റെ പ്രോസസ്സിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ സ്റ്റോറേജ് ഏരിയ ആണ് നോക്കുന്നത്. സ്റ്റോറേജ് ഏരിയ എന്നാൽ ഒരു ഹോട്ടലിലേക്ക് വരുന്ന ഗസ്റ്റിന് ആ റൂമിൽ ഒരുക്കി കൊടുക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും, ഫർണിച്ചർ, നമ്മൾ നൽകുന്ന ടവൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക്, ഇതെല്ലാം പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് ഈ സ്റ്റോക്കിൻ്റെ ഡെലിവറിയും കണക്കും എല്ലാം സൂക്ഷിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിവിഷനാണ്. ഓരോ ഹോട്ടലിൻ്റെയും നിലവാരമനുസരിച്ച് ഹോട്ടൽ റൂമിലെ സൗകര്യങ്ങളും മാറുന്നുണ്ട്. ഫർണിച്ചർ, ബെഡിങ്, ബെഡ് സൈഡ് സപ്ലൈസ്, ബെഡ് സൈഡ് ടേബിൾ സപ്ലൈസ്, സെൻറ്റർ ടേബിൾ സപ്ലൈസ്, ക്ലോത്തിങ് കെയർ, ഹോസ്പിറ്റാലിറ്റി ട്രേ, മിനി ബാർ, റൈറ്റിംഗ് ഡെസ്കിനകത്തുള്ള സപ്ലൈസ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സ്റ്റാൻഡേർഡ് സപ്ലൈസ് ആയിട്ട്, അതായത് പൊതു സൗകര്യങ്ങളായിട്ട് എല്ലാ ഹോട്ടൽസും നൽകുന്നുണ്ട്. ഒരു ഗസ്റ്റ് ബാത്റൂമിൽ പൊതുവെ നമ്മൾ ഉറപ്പാക്കുന്ന സൗകര്യങ്ങൾ ടവൽസ്, ഡസ്റ്റ്ബിൻ, നോൺ സ്ലിപ്പ് ഫുഡ് മാറ്റ്, സ്ലിപ്പേഴ്സ്, മിറർ, ഹെയർ ഡ്രയർ, പിന്നെ ഒരു വാനിറ്റി ട്രേ. ചെറിയ ബോട്ടിൽസിൽ ഷാംപൂ, ഷവർ ജെൽ, ഹെയർ കണ്ടീഷണർ, മോയ്സ്ചറൈസർ, ഷവർ ക്യാപ്പ്, ഇയർബഡ്സ്, ഇങ്ങനെയുള്ള ബേസിക് ഗസ്റ്റ് റിക്വയർമെൻറ്റ്സ് എല്ലാം നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രേ, ഇതാണ് വാനിറ്റി ട്രേ എന്ന് പറയുന്നത്. ഗസ്റ്റ് സപ്ലൈസിനുള്ള രജിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഒരു ഹൗസ് കീപ്പിംഗ് ഡിവിഷൻ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന മറ്റ് ചില രജിസ്റ്റേഴ്സാണ് ഗസ്റ്റ് ഡിപ്പാർച്ചർ രജിസ്റ്റർ, ഗസ്റ്റ് അറൈവൽ ബുക്കിംഗ് അനുസരിച്ചിട്ട് ഫ്രണ്ട് ഓഫീസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഗസ്റ്റിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് അറൈവൽ രജിസ്റ്റർ, റൂം വേക്കൻ്റ് ആണോ, ഓക്യുപ്പൈഡ് ആണോ, ക്ലീൻ ആണോ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന റൂം സ്റ്റാറ്റസ് രജിസ്റ്റർ, മിസ്സിംഗ് ആർട്ടിക്കിൾ രജിസ്റ്റർ, ഗസ്റ്റ് സപ്ലൈസ് കൺട്രോൾ രജിസ്റ്റർ, ഡാമേജ് ബ്രേക്കേജ് രജിസ്റ്റർ, ഗസ്റ്റ് കോൾ രജിസ്റ്റർ, ലോൺ രജിസ്റ്റർ, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് രജിസ്റ്റർ, കീ രജിസ്റ്റർ, ലിനൻ കൺട്രോൾ രജിസ്റ്റർ എന്നിങ്ങനെ നിരവധി ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ഒരു സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എല്ലാ പ്രധാന ഹോട്ടലുകളും ഈ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻസിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ചെക്ക് ലിസ്റ്റുകളും സ്റ്റാറ്റസ് റിപ്പോർട്ടുകളും എല്ലാം ജനറേറ്റ് ചെയ്യാനും പരിശോധിക്കാനും സഹായിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ഈ ഡോക്യുമെൻറ്റേഷനെ വളരെ എളുപ്പമാക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ അക്കോമഡേഷൻ ഏരിയ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂമുകൾ, ഗസ്റ്റിന് കൊടുക്കുന്ന റൂമുകളുടെ നീറ്റ്നെസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. റൂം കാറ്റഗറി നോക്കിയാൽ അവിടെ ചെക്ക് ഇൻ റൂമിൻ്റെ ക്ലീനിങ് ഉണ്ട്, ചെക്ക് ഔട്ടായ റൂമിൻ്റെ ക്ലീനിങ് ഉണ്ട്, റൂമിൽ ഗസ്റ്റ് ഉണ്ട്, ഒക്യുപ്പൈഡ് ആണ്, അപ്പോൾ ആ റൂമിൻ്റെ ക്ലീനിങ് ഉണ്ട്, ഒക്യുപ്പൈഡ് ആയ റൂമിൻ്റെ ക്ലീനിങ് ഉണ്ട്. ഇത് കൂടാതെ പീരിയോഡിക്കായിട്ട് വരുന്ന ക്ലീനിങ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു അക്കോമഡേഷൻ ഏരിയയുടെ ക്ലീനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഒരു ഗസ്റ്റിനായിട്ട്
നമ്മൾ റൂം ഒരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സാണ്. പ്രാക്ടിക്കൽ സൈഡാണ് ശ്രദ്ധിക്കുക. ചെക്കിംഗ് പവർ സ്വിച്ചസ്, എയർ കണ്ടീഷണർ, TV ആൻഡ് അതർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഫോർ ഹെൽത്തി കണ്ടീഷൻ എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പാക്കുക. മേക്കിംഗ് ബെഡ് വിത്ത് ഫ്രഷ് ലിനൻ, പില്ലോ കേസസ് ആൻഡ് ബെഡ് സൈഡ് മാറ്റ്. ബെഡ് സെറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറാണ് എന്ന് ഉറപ്പാക്കുക. ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആർട്ട് തന്നെയാണ് ബെഡ് മേക്കിംഗ്. ക്ലീനിങ് ആഷ്ട്രേസ് ആൻഡ് ഡസ്റ്റ് ബിൻസ്, റീപ്ലേസിംഗ് ഇഫ് റിക്വയർഡ് ആൻഡ് പുട്ടിംഗ് ഫ്രഷ് പേപ്പർ സ്ട്രൈപ്സ്. റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യണം. പുതുമയോടെ ഇരിക്കുന്ന രീതിയിൽ എല്ലാം നന്നായി അറേഞ്ച് ചെയ്യുക. ചെക്കിംഗ് സ്റ്റേഷനറി ആൻഡ് വാനിറ്റി സപ്ലൈസ്, ഏതെങ്കിലും കാര്യങ്ങളില്ല എങ്കിൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റീഫില്ല് ചെയ്യുക. ദി ബാത്റൂം, that is floor, walls, toilet, shower area and tub. Checking bathroom supplies, replacing the used supplies with the new ones. Checking the room curtains and drapes for stains. പൊടിയൊന്നും ഇല്ലാതെ അഴുക്കൊന്നും ഇല്ലാതെ എല്ലാം ക്ലീൻ ചെയ്യുക. curtains എല്ലാം ക്ലീൻ ചെയ്യുക. Discarding the used supplies in the guest room. മുമ്പിരുന്ന ഗസ്റ്റ് ഉപയോഗിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞ് റൂമിൽ നമ്മൾ റൂം ഫ്രഷ്നർ സ്പ്രേ ചെയ്ത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് പരിശോധിച്ച് നമ്മൾ നമ്മുടെ സൂപ്പർവൈസർക്ക് ചെക്ക് ലിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യും. സൂപ്പർവൈസർ നമ്മുടെ ചെക്ക് ലിസ്റ്റ് പരിശോധിച്ച് റൂം റെഡിനെസ് മാർക്ക് ചെയ്ത് സൈൻ ചെയ്ത് അത് നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റൂമിൻ്റെ കൺഫർമേഷനായി പോകും. റൂം റെഡിയാണ് എന്ന കൺഫർമേഷനായി പോകും. ഒരു റൂമിൽ ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന റൂമാണ്. പക്ഷേ ഗസ്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് 1-2 തവണ നമ്മൾ റൂം ക്ലീൻ ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ഒരു ഗസ്റ്റ് ഉള്ള റൂം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. എൻട്രിങ് ദ ഗസ്റ്റ് റൂം ബൈ ഫോളോയിങ് സെറ്റ് പ്രൊസീജിയർ. നമ്മൾ റൂം നോക്ക് ചെയ്ത് പെർമിഷനോട് കൂടിയാണ് അകത്തേക്ക് ചെല്ലുക. ചെന്നിട്ട് ക്ലിയറിങ് ദി ഡസ്റ്റ് ബിൻസ്, കളക്ടിങ് ദി യൂസ്ഡ് ലിനൻ ആൻഡ് പുട്ടിങ് ഇറ്റ് ഇൻ ദി ലിനൻ ബാഗ്. യൂസ്ഡ് ലിനൻ എടുത്ത് ലിനൻ ബാഗിലിടും. മേക്കിംഗ് ദി ബെഡ്, ക്യാരിയിങ് ഔട്ട്. മേക്കിംഗ് ദ ബെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റെല്ലാം മാറ്റി പില്ലോ കവേഴ്സ് എല്ലാം മാറ്റി എല്ലാം ബെഡെല്ലാം സെറ്റ് ചെയ്യും. ക്യാരിയിങ് ഔട്ട് ദ ഗസ്റ്റ് റൂം, ഡസ്റ്റിംഗ്. അവിടെ ഡസ്റ്റ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യും, ഒന്ന് വാക്വം ക്ലീൻ ചെയ്യും, ബെഡ് സൈഡ് മാറ്റെല്ലാം ചേഞ്ച് ചെയ്യും. ക്ലീനിങ് ദ ബാത്റൂം ആൻഡ് റിപ്ലനിഷിങ് ബാത്റൂം സപ്ലൈസ്. ചിലപ്പോൾ ഷാംപൂ ബോട്ടിലൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്യും. ചെക്കിംഗ് ദ ഫങ്ഷണാലിറ്റി ഓഫ് ലൈറ്റ്, ബൾബ്, ലൈറ്റ്സ് എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ടെലിവിഷൻ്റെ പ്ലഗ് എല്ലാം ഓക്കെ ആണോ, ഇലക്ട്രിക് കെറ്റിൽ ഓക്കെ ആണോ, അവർക്ക് ടീ ബാഗ് ആവശ്യത്തിനുണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് അതൊക്കെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പെരുമാറ്റ മര്യാദകളെല്ലാം ഫോളോ ചെയ്ത് നന്ദി പറഞ്ഞ് റൂമിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി നോക്കുന്നത് ഒരു ഗസ്റ്റ് ചെക്ക് ഔട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റൂമിലേക്ക് ചെന്ന് ആ റൂം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അസംബ്ലിംഗ് ബെഡ്, ചെയർസ്, സെറ്റീസ് ആൻഡ് അതർ ഫർണിച്ചർ ആൻഡ് പ്ലേസിങ് ഇറ്റ് അപ്രോപ്രിയറ്റ്ലി. എല്ലാം കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. വൈപ്പിംഗ് ഗസ്റ്റ് റൂം ഫ്ലോർ വിത്ത് വെറ്റ് മോപ്പ്. നനഞ്ഞ മോപ്പ് കൊണ്ട് ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്യുക. ക്ലീനിങ് ദ റൈറ്റിംഗ് ടേബിൾസ്, അസംബ്ലിംഗ് ആൻഡ് പ്ലേസിംഗ് സ്റ്റേഷനറി അപ്രോപ്രിയേറ്റ്ലി. ഗസ്റ്റിൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലോക്കറൊക്കെ പരിശോധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ അറിയിക്കണം. All personal stuff, documents, articles left in the room are removed and deposited to lost and found desk. ഫ്രണ്ട് ഓഫീസിൽ നമ്മളുടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് രജിസ്റ്ററിൽ എൻറ്റർ ചെയ്ത് നമ്മളത് അങ്ങനെ ഒരു ലോക്കർ സൗകര്യം അവിടെ ഉണ്ടാവും. ആ ലോക്കറിലേക്ക് സ്റ്റോക്ക് മാറ്റുന്നു. ഗസ്റ്റ് തിരിച്ചു വന്ന് എൻ്റെ ഐറ്റം മിസ്സിംഗ് ആണ് എന്ന് റിപ്പോർട്ട് ചെയ്താൽ നമ്മളത് ചെക്ക് ചെയ്ത് അവർക്ക് തിരിച്ചു നൽകേണ്ടതാണ്. ക്ലീനിങ് ഓൾ വാൾസ് ഓഫ് ബാത്റൂം വിത്ത് വെറ്റ് വൈപ്പ്. ബാത്റൂമിൻ്റെ ഫ്ലോറും വോളും എല്ലാം ശരിക്കും തുടച്ച് നമ്മൾ ഡ്രൈ ആക്കിയാണ് ഇടുന്നത്. ക്ലീനിങ് ഓൾ ഇലക്ട്രിക് അപ്ലയൻസസ് സച്ച് ആസ് മൈക്രോവേവ്, ഫാൻ, റെഫ്രിജറേറ്റർ ആൻഡ് അതേഴ്സ്. കീപ്പിംഗ് ഹീറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ് അറ്റ് ലോവസ്റ്റ് പവർ കൺസ്യൂമിംഗ് ഓപ്ഷൻ. Turning off the room light and television. Lock the guest room for cleaning. Depositing the keys at front office desk.
ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കീ കൊണ്ടുപോയി നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഡെസ്കിൽ ഏൽപ്പിക്കേണ്ടതാണ്. കീ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ കീ തിരിച്ച് ഫ്രണ്ട് ഓഫീസ് ഡെസ്കിൽ ഏൽപ്പിക്കുന്നത്. ചെക്ക് ഇൻ, ചെക്ക് ഔട്ട്, ഒക്യുപ്പൈഡ്, ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള റൂമിൻ്റെ ക്ലീനിങ് മെക്കാനിസം, ക്ലീനിങ് പ്രൊസീജിയറാണ് നാം മനസ്സിലാക്കിയത്. ഡെയിലി മൂവ്മെൻ്റ് ഇല്ലാതെ നമ്മൾ അടഞ്ഞു കിടക്കുന്ന റൂമുകളിൽ എല്ലാം പീരിയോഡിക്കായിട്ട് നിശ്ചിത പീരീഡിൽ ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴോ ഒരു ഡീപ്പ് ക്ലീനിങ് പൊതുവേ ചെയ്യാറുണ്ട്. അതിനെയാണ് പീരിയോഡിക് ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർഷത്തിൽ 1-2 തവണയെങ്കിലും നമ്മുടെ പബ്ലിക് ഏരിയ അടക്കം നമ്മുടെ ഹോട്ടൽ പ്രിമിസസ് മൊത്തം വളരെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്, അതൊരു വലിയ ടീം വർക്കാണ്. ഈ ഒരു ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രോക്കൺ ഫർണിച്ചറൊക്കെ മാറ്റി, ഡസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത്, എല്ലാ സ്റ്റെയിൻസൊക്കെ മാറ്റി, റീപെയിൻറ്റ് ചെയ്യണമെങ്കിൽ റീപെയിൻറ്റ് ചെയ്ത്, ഗാർബേജിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റീപ്ലേസ് ചെയ്ത്, പുതിയ സാധനങ്ങളൊക്കെ മേടിച്ച്, അങ്ങനെ എല്ലാം ഒരു റീഫർബിഷ്മെൻറ്റ്, അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണ് സ്പ്രിംഗ് ക്ലീനിങ് എന്ന വാക്കുകൊണ്ട് ഹോട്ടൽസിൽ ഉദ്ദേശിക്കുന്നത്. പീരിയോഡിക് ക്ലീനിങ്ങും സ്പ്രിംഗ് ക്ലീനിങ്ങും മനസ്സിലാക്കി വെച്ചാൽ മതി. ചെക്ക് ഇൻ റൂമിൻ്റെയും ചെക്ക് ഔട്ട് റൂമിൻ്റെയും ഒക്യുപ്പൈഡ് റൂമിൻ്റെയും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ടലിലെ സൗകര്യങ്ങൾ എങ്ങനെയാണ് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സേഫായിട്ടും ക്ലീനായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ 3 മോഡ്യൂളുകളിലായി മനസ്സിലാക്കിയത്. ഇന്നത്തെ പ്രാക്ടിക്കൽ മോഡ്യൂളിൽ എടുത്തു പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വളരെ പ്രാധാന്യം നൽകി പഠിക്കുമല്ലോ. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ബെഡ് മേക്കിംഗ് എന്ന പ്രോസസ്സിൻ്റെ പിക്ചറാണ്. ഒരു ബെഡ് മനോഹരമായി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കുക. വീഡിയോ ആവർത്തിച്ച് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറുമായി ചർച്ച ചെയ്യുക. താങ്ക് യു. ബൈ.